എല്ലാവർക്കും ലീഫിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വലിയ സംഭവമുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ നോർമലായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്പൈഡർ പ്ലാന്റിൽ നമ്മളൊന്ന് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ഒരു സ്പൈഡർ പ്ലാന്റിനെ എങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്ത് അതിനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പ്രൊപ്പഗേഷൻ ചെയ്യാം. വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മണ്ണിലേക്ക് വെച്ചിട്ടും ചെയ്യാം. രണ്ട് രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ നമ്മുടെ സ്പൈഡർ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സിനെ കട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടല്ലോ, ഇതുപോലെ ഈ ഒരു സ്റ്റെമ്മിലാണ് ഇത്രയും സാധനങ്ങൾ തൂങ്ങി കിടക്കുന്നത്. ഇങ്ങനെയാണ് സ്പൈഡർ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത് കണ്ടല്ലേ. അപ്പോൾ ഈ ഒരെണ്ണത്തിന് നമുക്കൊരു പ്ലാന്റായിട്ട് ഉപയോഗിക്കാം. വേണമെങ്കിൽ ഇതിനെ ഇനിയും സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതൊരു പ്ലാന്റാണ്, ഈ കാണുന്നൊരു പ്ലാന്റാണ്. ഇതിൽ കണ്ടില്ലേ, ഇതിലും ചെറിയൊരെണ്ണം ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആ കൂടെ തന്നെ കുത്തി വെക്കാം. ഇതൊരെണ്ണമാണ്, ഈ കാണുന്ന റൂട്ടാട്ടോ. അത് കളയണമെന്നില്ല, അതുള്ളത് നല്ലതാണ്. ഇതൊന്ന് ഇങ്ങനെ നമുക്ക് പല പീസുകളായിട്ട് ഇതിനെ മുറിച്ചെടുക്കാം. ഏകദേശം ഒരു 5 പീസായിട്ട് നമുക്ക് കൂട്ടാം. 5 അല്ല, അതിന് മേലേക്ക് കിട്ടും. ഇതിനൊക്കെ ഇനിയും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ വീട്ടിൽ തന്നെ വളർത്താൻ വേണ്ടിയല്ല, ഇത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 5 പീസാക്കിയിട്ട് നമുക്ക് ഇനി ഇതെല്ലാം കുറച്ച് വലുതാണ്. അപ്പോൾ ഈ 2 ചേർത്തിട്ട് ഞാൻ ഒന്നായിട്ട് എടുക്കുകയാണ്. അപ്പോൾ വളർന്നു വരുന്ന സമയത്ത് എല്ലാം ഒരുപോലെ ഇരുന്നത്. അപ്പോൾ ഒരു 4 പീസെന്ന് കണക്കാക്കാം കേട്ടോ. അപ്പോൾ ഈ 4 നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടി പോകണം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ ഇതിനെ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യാമെന്നുള്ളതാണ്. സിമ്പിളായിട്ട് ഒരു കുപ്പി, ഇപ്പോൾ നമുക്ക് ഒരു കുപ്പി മുറിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ ഗ്ലാസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ചുമ്മാ ഇട്ട് വെച്ചാൽ മതി. വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട, ചുമ്മാ ഇട്ട് വെച്ചാൽ മതി. അതിനകത്ത് കിടന്ന് വേര് പിടിച്ചു. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ചില്ല് ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെടികൾ മാറ്റാം. ഈ ഒരു 4 ഗ്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഇവരുടെ റൂട്ട് മുങ്ങുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മൾ റൂട്ട് മുങ്ങുന്ന രീതിയിൽ ഇട്ട് വെച്ചേക്കാം കേട്ടോ. ഇങ്ങനെ ഇട്ട് വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇതിൻ്റെ റൂട്ടൊക്കെ ഡെവലപ്പ് ആയിക്കോളും. ഇനി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ റൂട്ട് പിടിക്കുന്ന നമുക്കൊന്ന് നോക്കാം. ഞാൻ ഓൾറെഡി കുറച്ച് പ്ലാന്റ്സ് ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ റൂട്ട് എന്തായാലും ആയി, എത്രത്തോളം ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരുടെ ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഈ കാണുന്ന പ്ലാന്റ്സ് കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇതുപോലെ ഇട്ട് വെച്ചാൽ കേട്ടോ. ഇവരുടെ റൂട്ട് എന്തുമാത്രം ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. നൈസ് കണ്ടോ, ഇതുപോലെ റൂട്ട് ഡെവലപ്പായി വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഉണ്ടോ നോക്കാം. അതിനുണ്ട്, അതിനുണ്ട്. ഓക്കെ, യെസ്, അങ്ങനെ അതെല്ലായിട്ടും കേട്ടോ. ഇനി ഇത്ര റൂട്ട് ഡെവലപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ അടുത്ത് മണ്ണിലേക്ക് നടാം. ജസ്റ്റ് ഒരു പീസ് ഞാൻ നട്ട് കാണിക്കാം. ഈ ഒരു പീസ് നമ്മൾ നടാൻ വേണ്ടി പോകണം കേട്ടോ. നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ പോട്ട് എടുത്തിട്ട് ഇത് ഇച്ചിരി മണ്ണ് അതിന് പോട്ടിൽ വെച്ച് നിറയ്ക്കുക, അതിൻ്റെ അകത്തേക്ക് ചെടി വെക്കുക. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നനച്ചുകൂടി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നനച്ചുകൂടി കൊടുക്കുക, അത്രേ ഉള്ളൂ പരിപാടി. കണ്ടില്ലേ, നൈസായാലും ഇനിയും വലുതാകും കേട്ടോ. ഇനിയും വലുതായിട്ട് നമ്മൾ ആദ്യത്തെ നമ്മുടെ മദർ പ്ലാന്റ് കണ്ടില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് പുതിയ സ്റ്റെമ്മ് വന്നിട്ട് ചെറിയ ചെടികളുണ്ടാവും. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 100 കണക്കിന് ബേബി പ്ലാന്റ്സ് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും.
മനസ്സിലായി. ഇതുപോലെ നല്ലൊരു പോട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയായിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഉണ്ടാക്കിയ പോട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് 1 മിനിറ്റോ 2 മിനിറ്റോ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു പോട്ടാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇനി ഇങ്ങനെ നട്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ മാറ്റം എന്ന് കണ്ടേ, നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടോ, നമ്മൾ നട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെയാവും. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇതേപോലുള്ള സ്റ്റെമ്മുകൾ വന്നിട്ട് പുതിയ ബേബി പ്ലാന്റ്സ് ഉണ്ടാകാനായിട്ട് തുടങ്ങും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം.